പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഈ അവധിക്കാലത്ത് കളിയോടൊപ്പം വായനയും ഒരു ലഹരിയായി മാറട്ടെ. നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുന്ന പുസ്തകം ശ്രീ മുഹമ്മദ് രമണൻ എഴുതിയ പുസ്തകം വളർത്തിയ കുട്ടി എന്ന ലഘു നോവലാണ്. ചിന്ത പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള ഈ പുസ്തകം ഒരു കുട്ടിയെ, അനാഥനായ അല്ലെങ്കിൽ പാവപ്പെട്ട, പ്രാഥമിക വിദ്യാഭ്യാസം ഔപചാരികമായി ലഭിക്കാത്ത ഒരു കുട്ടിയുടെ വളർച്ചയുടെ കഥയാണ്. ഒരു തെരുവ് തെണ്ടിയായ അമ്മയുടെ മകനായിട്ടാണ് ഈ കുട്ടി വളരുന്നത്. ഒരു പീഡികത്തിനെയും ചാക്കുകൊണ്ട് മറച്ചു കെട്ടി അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന ഒരു അനാഥ ജീവിതം. അമ്മയും മകനും മാത്രമാണ് ഉള്ളത്. അമ്മ പകലന്തിയോളം ഭിക്ഷ അയച്ചു കൊണ്ടുവരുന്ന ഭക്ഷണമാണ് അവരുടെ ഓരോ ദിവസത്തെയും അന്നം. അമ്മ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പലഹാരങ്ങളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ കഴിച്ചതിന് ശേഷം കടലാസുകൾ അവിടെ കൂട്ടിവെച്ചു ഈ അമ്മ മകനെ ഈ കടലാസുകൾ ഉപയോഗിച്ച് വായിക്കാനും എഴുതാനും പഠിപ്പിക്കുകയും അങ്ങനെ ഈ കുട്ടി അനൗപചാരികമായി എഴുത്തും വായനയും അറിയുന്ന ഒരാളായി മാറുകയും ചെയ്യുകയാണ്. ഒരു ദിവസം കൗതുകത്തോടെ തൻ്റെ പീഡികത്തിനയുടെ അരികിലൂടെ പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് അവൻ അത്ഭുതത്തോടെ നോക്കി. അവരുടെ കയ്യിൽ പുസ്തകമായിരുന്നു. ഈ കുട്ടി ആ പെൺകുട്ടിയുടെ കയ്യിലെ പുസ്തകം എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയോടെ അവളുടെ പുറകെ പോവുകയും അവൾ പോകുന്നത് ഒരു വായനശാലയിലേക്കാണ് മനസ്സിലാക്കുകയും ചെയ്തു. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് വായനയുടെ ഒരു പൂക്കാലം തന്നെയായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകളനുസരിച്ച് അനുഭവിച്ച് വായിക്കാനുള്ള ത്വര കൊണ്ട് ചുമടെടുത്ത് മറ്റു ജോലികൾ ചെയ്ത് ഈ കുട്ടി പുസ്തകം വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പുസ്തകം വായിക്കണമെന്ന് തോന്നില്ല. കഥയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വായിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലെ ചില സൂചനകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു വീട്ടിൽ നിന്ന് പുസ്തകം എടുത്തതിൻ്റെ പേരിൽ മറ്റൊരു കുട്ടിയുടെ കൂടെ അവിടെ പോയി അവിടെ നിന്ന് ലഭിച്ച പെൻസിൽ എടുത്തതിൻ്റെ പേരിൽ ഇവനെ കള്ളനാക്കുകയും ഒടുവിൽ ശത്രുക്കൾ ഇവനെ പോലീസിൽ ഏൽപ്പിക്കുകയും തുടർന്ന് ഈ കുട്ടിയെ ജയിലിൽ അടക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ജയിലിലടക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്രത്യേകമായി സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്താണ് അവരെ പാർപ്പിക്കുക. അങ്ങനെ ആ ജയിലിലെ സൂപ്രണ്ട് ഇവൻ്റെ വായനയിലുള്ള താല്പര്യം മനസ്സിലാക്കി അവിടെയുള്ള മുഴുവൻ പുസ്തകങ്ങളും ഇവനായി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ഈ കുട്ടി നല്ല മികച്ച വായനക്കാരനായി സൽസ്വഭാവിയായി ഇവൻ്റെ ശിക്ഷാ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഇവനെ പുറത്തുവിടുകയും താൻ ഇതുവരെ ആർജിച്ച അറിവുകളും കഴിവുകളും മനസ്സിലിട്ട് നടന്നു നീങ്ങി തൻ്റെ അമ്മയെ കണ്ടെത്തുകയും ചെയ്യുന്നു. അതിനിടയിൽ ഇവൻ എഴുതി വെച്ച ഒരു കഥ സംസ്ഥാനതല മത്സരത്തിൽ അയക്കുകയും അവിടെ നിന്ന് 1ാം സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നു. പിന്നീട് മികച്ച കഥാകാരനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ കുട്ടിക്ക് മുഖ്യമന്ത്രി അവാർഡ് കൊടുക്കുന്ന ഒരു രംഗം വരെ വായനയെ ലഹരിയാക്കി മാറ്റിയ ഒരു കുട്ടിയുടെ കഥ. അതല്ലാതെ നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യനെ നല്ല സൽസ്വഭാവിയുള്ള ഒരു പൗരനാക്കി മാറ്റാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് വായന എന്നുള്ളത്. വായന നമ്മുടെ മനസ്സിൻ്റെ വിശപ്പ് മാറ്റാനുള്ള ഒരു ഉപാധി കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വായനക്കാലം ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം നിങ്ങളെല്ലാവരും വായിച്ചു തീർക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.